നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിയ ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. നല്ല നമസ്കാരം. ഇത് കുരിശിലേറ്റുന്ന മുമ്പിട്ട് ക്രിസ്തുവിനെ ആണി കൊണ്ട് കയ്യിലടിച്ചിട്ട് കുരിശിന് മുകളിൽ തറപ്പിക്കുന്ന ഒരു സീനാണ്. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വേദന സഹിച്ച ആരാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു തന്നെയാണ്. അത്രയും കൂടിയ പീഡനം സഹിച്ച പുണ്യാത്മാവായി. ഇത്രയും വിശദമായിട്ട് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും ചിത്രീകരിച്ചത് ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവുമായിരിക്കാം. ഇപ്പം വയനാട്ടിലെല്ലാം ഉണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണൂർ ജില്ലയിൽ കേളകം അങ്ങോട്ട് ഏരിയകൾ, പിന്നെ നമ്മൾ മലയോര പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മുമ്പിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടുത്തെ പള്ളിയിൽ അച്ഛനും മറ്റു ഭാരവാഹികളൊക്കെ നല്ല പെരുമാറ്റമാണ്. അത് അങ്ങനെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് നമ്മളെ മുന്നിൽ കാണുന്ന ഇത് കേട്ടോ. പണ്ടേ ഉള്ള ഇത് സഭേൻ്റെ കീഴിലുള്ളതാണെന്ന് അറിയില്ല. അത് ചോദിക്കാനും പറയാനും പറ്റിയ സമയവും ആൾക്കാരും അല്ല. അതിലുണ്ട് ശുശ്രൂഷ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പനും കൊണ്ട് ഇന്നലെയൊക്കെ റോട്ടിലുണ്ടായിരുന്നു. എനിക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല.
ഒരു മനുഷ്യജന്മെടുത്ത ഈ മഹത് വ്യക്തി, അതായത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ക്രിസ്തു ദേവൻ, അദ്ദേഹം ഏറ്റവും കൂടുതൽ കൊടിയ പീഡനം അനുഭവിച്ചാണ് അദ്ദേഹം സ്വർഗാരോപണം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ആരാ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുന്നേച്ച് പോയതിന് ശേഷം മാത്രമേ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അദ്ദേഹം സദാ ഒരു മനുഷ്യനല്ല എന്നുള്ളത്. അദ്ദേഹം എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നന്മയുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അദ്ദേഹം ആ പീഡനം സഹിക്കേണ്ടതായി വന്നു. പക്ഷെ അതിൽ അദ്ദേഹത്തിന് കുരിശ് തർപ്പിക്കുമ്പോഴും മറ്റുള്ള അദ്ദേഹത്തെ കുരിശിലേറ്റുമ്പോഴും ഒക്കെ ഒരുപാട് വേദനകൾ ആ ചെയ്യുന്ന പേരിൽ പലരും സഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അന്നത്തെ ആ ഭരണാധികാരി പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ അവർക്കും ഈ അവസ്ഥ വരും. എന്തായാലും നമ്മളെ കൊച്ചറിവാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ പിന്നിൽ പല കഥകളും ഉണ്ടാവാം. ബൈബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കൂ. നമുക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ഒന്ന് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെത്ലഹേമിൽ അദ്ദേഹം ഉള്ള കാലത്ത് ഇസ്രായേലിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപം ഇരിക്കുന്നതെന്ന് ആണ് എൻ്റെ വിശ്വാസം. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആരോടെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്ന ഉത്തമം. എത്രയോ പേരുടെ അസുഖങ്ങൾ മാറ്റിയ, അന്നത്തെ കാലത്ത് മാറാ രോഗങ്ങളുള്ള കാലത്ത് അദ്ദേഹം ആ രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലോകം അമ്പാടെ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ഏത് മതമായാലും ഏത് സംസ്കാരമായാലും ഏത് ജാതിയായാലും ഒത്തൊരുമയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുക. എത്ര കാലം നമ്മൾ ഭൂമിയിലുണ്ടാവുക? ഉള്ള കാലം നമ്മൾ കുറച്ച് കാലമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരായണം ദക്ഷിണായണം. ഉത്തരായണം എന്ന് വെച്ചാൽ ദേവൻ്റെ ഒരു പകൽ, ദക്ഷിണായണം ദേവൻ്റെ ഒരു രാത്രിയാണ്. അത് 6 മാസം പകലും 6 മാസം രാത്രിയും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ദേവന്മാർക്ക് ഇവിടെ മനുഷ്യന് ഒരു ദിവസമാണ് അവർക്ക്. നമ്മളിവിടുത്തെ ഒരു വർഷം ദേവന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു 50 വയസ്സായെന്ന് കരുതിക്കോളൂ. നിങ്ങളിവിടെ ഈ ഭൂമിയിൽ വന്നിട്ട് വെറും 50 ദിവസമേ ആയിട്ടുള്ളൂ. ആലോചിച്ചൊക്കെ അവരെങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാഴ്ച കണ്ടേ പള്ളിയിൽ.
बढ़िया होता है।